നിങ്ങൾ ആലോചിച്ചൊക്കെ 313 അറിയാത്തൊരു സഹോദരങ്ങളില്ലല്ലോ നമ്മുടെ നാട്ടിൽ, ഇല്ലല്ലോ. എന്താ ബദരീങ്കരുടെ പേരിൽ കച്ചവടം ചെയ്യാം. ഇങ്ങനെ കച്ചവടം അടുക്കാണെങ്കിൽ കുറെ കോഴിമുട്ടുണ്ട്, ആപ്പിളുണ്ട്, കൊട്ടത്തേങ്ങുണ്ട്, പഴമുണ്ട്. ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് വിളിക്കും. പിന്നെ 5, 10, 100, 150, 200. അപ്പൊ സഹസിന്റെ മൂലക്കുന്ന ഏതെങ്കിലും ഒരു സാധു 313 ഇങ്ങനെ വിളിച്ചാൽ ഉടനെ ഇലാഹി സല്ലിമില്ലും മിനൽ ആഫാതി വന്നിഖ്മാ വമിൻ ഹമ്മി വമിന്നും ബിഅഖിരിൽ ബദീരി യാ അല്ലാഹ്. ബദരീങ്കരുടെ നമ്പറാണ് കേട്ടോ. ഇത് വിളിച്ചെടുത്ത സഹോദരന് നീ ശിഫ നൽകണേ അല്ലാഹ്. ഈ സഹോദരന് 313 രൂപക്ക് എത്ര കോഴിമുട്ട കിട്ടി? ഒരെണ്ണം. വീട്ടിലോ 5-6 ആൾക്കാരുണ്ട്. അപ്പൊ കടയിൽ നിന്ന് ഒരു 5-6 കൂടെ വാങ്ങി അത് വീട്ടിൽ കൊണ്ടുവന്ന് ബറക്കത്ത് ചോരാതെ പൊട്ടിച്ച് മിക്സ് ചെയ്തിട്ട് വേണം എല്ലാവർക്കും പൊട്ടിച്ചു കൊടുക്കാൻ, അല്ലേ? പാവപ്പെട്ടവന്റെ ആശയങ്ങളെ കീശയിലിട്ട് ചൂഷണം ചെയ്യുന്ന ഈ പൗരോഹിത്യത്തിന്റെ ചതിക്കുഴികൾ അതിനോട് അരുതെന്ന് പറയേണ്ടേ നമുക്ക്? ഈ വയലോ നിങ്ങൾ വിചാരിക്കണ പോലെ ഇതിങ്ങനെ എല്ലാ തരികട പരിപാടിയുണ്ട്. ചെറിയ തേനിന്റെ കുപ്പി കൊണ്ടുവരും, എന്നിട്ട് പറയും ഇലാ ഹദ്റത്തി അർവാഹിൽ ബദരിയീൻ റളിയല്ലാഹു അൻഹുൽ ഫാത്തിഹ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യാ? 786 രൂപ. വലിയ വില അല്ലത്. ഞാൻ 3333 കുറച്ച് കൊടുക്കാറില്ല. ഇത് ഏർവാടിയിലൊക്കെ വരുന്നത് പാവങ്ങളല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ എന്താക്കാൻ പാടില്ല, ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല. ആരാള് കഞ്ഞിക്ക് സഹായിക്കുന്ന മഹാൻ അന്തങ്ങളെ പേര് 1555 രൂപ. ഈ തേന് ചെറിയ കുട്ടിയാക്ക് കൊടുക്കുക, നല്ല വിവരം ഉണ്ടാവും, ഹാഫിളീങ്ങളായി കിട്ടും. ബുദ്ധി കൂടാന്, നാവിന്റെ വിക്ക് മാറാന്, നിങ്ങളെ മുട്ടുവേദന മാറാന്, നിങ്ങൾക്ക് ഊരവേദന മാറാന് 1555 രൂപ ആരാ സംഭാവന തരിക? പിന്നെ വിളി തുടങ്ങാം. അപ്പൊ തേന ഷിഫയാണെന്നുള്ള ഹദീസും പറഞ്ഞു കൊടുക്കുക. പിന്നെ ബദരീങ്ങളുടെ പേരിൽ നമ്മൾ ഊതിയിട്ടുണ്ടാവുണ്ട്, അവരെ കാവലുണ്ടാവും പറഞ്ഞു കൊടുക്കുക. എന്നിന് എല്ലാ രോഗത്തിനും ഷിഫയാണ്, ഇനി മരണമില്ലാത്തൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുമ്പോ ആൾക്കാർ വിളിക്കുക വലിയ വിലക്ക്. ഇത് ജനങ്ങളെ ചൂഷണം ചെയ്യലല്ലേ? ജനങ്ങളെ ചൂഷണം ചെയ്യലല്ലേ? എന്റെ പ്രിയമുള്ളവർ, ഇവിടെയുള്ള പല മുസ്ലിയാമാരും ഇതാ ഫൈബറിന്റെ കുടമെങ്കിൽ ലേലം ചെയ്യുമ്പോ ഹബീബായ റസൂലിന് മദീനത്തെ തെരുവിൽ വെള്ളം പിടിക്കാ ഫൈബറിന്റെ കുടമില്ല, 50 രൂപ എന്ന് പറഞ്ഞ് ലേലം ചെയ്ത് നാടായി കേരളോ. അറിയോ എന്റെ പ്രിയമുള്ളവര്, എന്തിനും ജനങ്ങളെ വിട്ടികളാക്കുമ്പോ ഓരോ ജംഗ്ഷനിൽ നിർത്തി പറ്റിക്കും. ഇതൊക്കെ നീ കുറിച്ച് വെച്ചതുണ്ടോ ഇല്ലയോ നിങ്ങൾ പരിശോധിച്ചോ, അല്ലെ? എങ്ങനെയാണെന്നറിയോ? ഒരു സ്ത്രീകളുടെ കമ്മീസാണ് കാണിക്കുന്നെങ്കിൽ 250 ഒരു ജംഗ്ഷൻ, 500 ഒരു ജംഗ്ഷൻ. ഇത്തിരി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയാന്ന് വിചാരിച്ചു, അല്ലേ? ഈ ജംഗ്ഷൻ ഇങ്ങനെ ഇപ്പോ കഥാപ്രസംഗമാണെങ്കിൽ 250 കമ്മീസ് ഇങ്ങനെ കാണിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു സ്ത്രീകളുടെ ഭാഗത്തൊക്കെ വിളിച്ചു പറയാൻ ഒരാൾ നിർത്തിയിട്ടുണ്ടാവും. അയാൾ വേണ്ട അവിടുന്ന് ഉള്ളിന്റെ ഉള്ളിലൊത്തും, അതുകൊണ്ട് വീടിന്റെ അകത്തിരിക്കാന്നൊന്നും വിചാരിക്കണ്ട, ഗ്രൗണ്ടിലുണ്ട്. അപ്പൊ അതിനൊക്കെ വരാം. കാരണം അരയും വേണം, കാതാപരം വേണം, കമ്മൽ വേണം, പാസരം വേണം. അതിന് പെണ്ണുള്ളിന്റെ ഉള്ളിൽ ഇരുന്നാൽ പോരാ, വാതിന്റെ മജ്‌ലിസ് വേണം, അല്ലേ? ഒരു കയ്യിൽ നിങ്ങൾ നോക്ക്, നട്ടുച്ചക്ക് അള്ളാന്റെ പള്ളി കയറി ജുമാ ഖുത്ബക്ക് വന്ന ഫിത്ന, ഒരു കയ്യിൽ മടക്കി പിടിച്ച പായും മറുകയിൽ ഒക്കത്തെ വെച്ച കുഞ്ഞുമായും പാതിരാത്രി 12 മണിക്ക് 1 മണിക്ക് പാതിരാവാദന വന്നാൽ അത് ഫിത്നയല്ല. കാരണം എന്താ? അവരുടെ അരയാഭരണം വേണം, മാല വേണം, പാദസരം വേണം. എന്നിട്ട് ഉസ്താദ് അങ്ങനെ ലേലം വിളിക്കാം, ഏറ്റു പറയാൻ അപ്പുറത്ത് ഒരാൾ നിർത്തും. എന്നിട്ട് ഇങ്ങനെ വിളിക്കന്ന് ചില ഉസ്താദ്മാരെ വാതിലൊക്കെ പോകുമ്പോ പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാർ അനുവാദം ചോദിച്ചാൽ ഭർത്താക്കന്മാര് വാതിലൊക്കെ പോയിക്കോ, കുഴപ്പമില്ല, പക്ഷെ ആ വളയും മാല കൂരിച്ചിട്ട് പോയാൽ മതി. അങ്ങനത്തെ ഒരു അവസ്ഥ കേരളത്തിൽ സംജാതായിരിക്കാം. കാരണം ഇതിങ്ങനെ പിരിച്ചുകൊണ്ട് പോവാ. അപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാം. അപ്പൊ കമ്മീസ് ഇങ്ങനെ കാണിച്ച ഒരു 250, 1-3 സ്വലാത്ത് എല്ലാവരും ബൈറ്റ് പാടാ. കഥാപ്രസംഗം പാട്ടിനെ പാടിക്കൊടുക്കും. ഒരു 250 ഒരു സ്ത്രീ ഇങ്ങനെ കമ്മീസ് കാണിച്ചിട്ട് അപ്പൊ ഒരു സ്ത്രീ വിളിക്കാണ് 500 രൂപ. ഉടനെ സുന്ദരിയാം ബീവി സുലൈഖ മിസ്ർ ഭരിക്കും പരാജന്റെ സുന്ദരമാം കൊട്ടാരത്തില് സുഖിച്ച് വസിച്ചിടും നാൾ 500 രൂപ. പിന്നെ അടുത്ത ആൾ 750. എത്ര തരികട നടന്നിട്ടുണ്ട് ഇതിന്റെ പേര്, ഇല്ലേ? എന്റെ പ്രിയമുള്ളവരെ, ഖുർആനിന്റെ ആയത്തിന്റെ നമ്പറാണെന്ന് പറഞ്ഞിട്ട് 6666 മേലെ കച്ചവടം ചെയ്ത പുരോഹിതന്മാരുടെ നാടാണ് കേരളമെങ്കിൽ ഒരു വെല്ലുവിളി സ്വരത്തിലൂടെ ഞാൻ നിങ്ങളോട് ചോദിക്കാം. ഈ ശബ്ദം ഇതാ കേസറ്റുകളിലൂടെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, ബൈലക്സുകളിലൂടെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, മറഞ്ഞു നിന്ന് കേൾക്കുന്നവരുണ്ടെങ്കിൽ, ഇനി സീഡികളായി ആരുടെയൊക്കെ കൈകളിലൂടെ കിട്ടോ അവിടെയെല്ലാം ഇടിമുഴക്കം പോലെ സൃഷ്ടിക്കട്ടോ ഈ വാക്ക് നിങ്ങളുടെ കാതുകളിലോട്. 6666 ആയത്തെന്ന പേര് പറഞ്ഞുകൊണ്ട്, ഖുർആനിന്റെ ആയത്തിന്റെ നമ്പറാണെന്ന് പറഞ്ഞുകൊണ്ട് ലേലം വിളിച്ച മുസ്ലിയാക്കന്മാര് ഖുർആനിൽ കാണിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റോ?
എവിടെ വേണമെങ്കിലും ഇരുന്ന് തരാ, നിങ്ങളുടെ മുമ്പിലോട് എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരുന്ന് തരാ, എണ്ണി കാണിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്തിനാ പാവപ്പെട്ടവന്മാരെ ചൂഷണം ചെയ്തെന്തിനാ? ബിസ്മിയുടെ നമ്പറാണെന്ന് പറഞ്ഞിട്ടോ 786 കച്ചവടം ചെയ്ത നാടല്ലേ ഈ കേരളം. ദീന് കച്ചവടം ചെയ്യുക ബദരീങ്ങളുടെ പേരിൽ ഏറ്റവും വലിയ കച്ചവടം 313. തേനിന്റെ കുപ്പിയുണ്ടോ, ഈത്തപ്പഴുണ്ടോ, പഴമുണ്ടോ, എല്ലാം 313. ആ ബദരീങ്ങളെ മറന്നുപോയോ നിങ്ങള്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ട പട്ടിണിക്കോലങ്ങളായി തിരിഞ്ഞുപോയ സഹാബത്ത, അവരുടെ ജീവിതങ്ങൾ നിങ്ങൾ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? അവരനുഭവിച്ച ത്യാഗങ്ങളുണ്ടല്ലോ, അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ അനുഭവിച്ചു പോയ പ്രയാസങ്ങളുണ്ടല്ലോ. നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ ജീവിക്കുന്ന സാഹചര്യത്തില് ഇരുട്ടത്ത് തപ്പി നടക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു എന്ന് പറയുമ്പോ അവിടുന്ന് സഹാബത്ത് പറഞ്ഞില്ല, ഉമ്മ ഒരു വിളക്കെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കത്തിച്ചു വെക്കാമായിരുന്നില്ല എന്ന് ചോദിക്കുമ്പോ, ആ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയുണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും കുടിച്ചുകൊണ്ട് ഞങ്ങളുടെ വിശപ്പ് ഞങ്ങൾ മാറ്റുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ സഹാബത്തിന് മറന്നുപോയോ? അവിടെ നിതാ അബൂ താലിബ് താഴ്വരയിൽ മൃഗങ്ങളെ പോലെ ഉപരോധിക്കപ്പെടേണ്ടി വരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, സഹാബത്ത് പട്ടിണി കിടക്കുമ്പോ പറയാ, ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് കിട്ടിയിരുന്നെങ്കിൽ അതെങ്കിലും ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തുകൊണ്ട് ഭക്ഷണം കഴിക്കാമായിരുന്നു എന്ന് പറഞ്ഞ സഹാബത്തിന്റെ ജീവിതമില്ലേ? അറിയോ എന്റെ പ്രിയമുള്ളവര്, അഹ്സാബ് യുദ്ധത്തിന് വേണ്ടി കിടങ്ങു കുടിക്കുന്ന ഘട്ടങ്ങളിലോട് ഒരു സഹാബീദാ വയറിന്റെ മേലെ കല്ല് വെച്ച് കെട്ടിയിട്ട് അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു, നബിയേ എന്റെ വയറ് കണ്ടോ റസൂലേ, വിശപ്പ് കൊണ്ട് കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണെന്ന് പറയുമ്പോ, ലോകത്തിന്റെ നായകനെ കാണണോ നിങ്ങൾക്ക്? അവിടത്തെ കമീസങ്ങ് പൊന്തിച്ച് കാണിക്കുമ്പോ വിശപ്പ് കൊണ്ട് 2 കല്ല അല്ലാഹുവിന്റെ ഹബീബിന്റെ വയറ്റിലൂടെ വെച്ച് കെട്ടിയത് എങ്കിൽ, എന്നിട്ടും അവിടെ നിന്ന് സഹാബത്തിന്റെ കൂടെ പണിയെടുക്കുക.